നമുക്കിന്നൊരു സർപ്രൈസ് കൊടുക്കാൻ പോയാലോ? നമ്മുടെ കസ്റ്റമർ നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളുടെ മോളുടെ ബർത്ത്ഡേ. അപ്പോൾ കുറച്ച് ഐറ്റംസൊക്കെ ഉള്ള ഒരു ഹാമ്പർ വേണം, പിന്നെ കേക്കും കൂടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആൾക്ക് 12 മണിക്ക് തന്നെ ഡെലിവറി ചെയ്യണം. അതായത് രാത്രി 12 മണിക്ക് തന്നെ അവളുടെ അടുത്ത് കൊടുക്കണം. പിന്നൊന്നും നോക്കില്ല, കസ്റ്റമറുടെ ഹാപ്പിനെസ് ആണല്ലോ നമ്മുടെ ഹാപ്പിനെസ്. അപ്പോൾ ഇതാ പറഞ്ഞതിലും കുറച്ച് മുന്നേ അവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ പോസ്റ്റ് അടിച്ചിരിക്കേണ്ടി വന്നു. പിന്നെ നമ്മൾ എവിടെയെങ്കിലും പോകാൻ നോക്കുമ്പോൾ ഇവനും കൂടി വാശി പിടിച്ചിട്ട് വരും കേട്ടോ. അപ്പോൾ സമയമൊന്നും നോക്കിയിട്ടില്ല, ഇവനും കൂടി കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ എത്തിയപ്പോൾ തൊട്ട് ആൾ ഒരേ കരച്ചിലായിരുന്നു, ബഹളമായിരുന്നു. എനിക്ക് ആകെ ടെൻഷനായി. കരയുന്നത് വേറൊന്നുമില്ല കേട്ടോ, അവന് ഹാമ്പർ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരേ വാശിയായിരുന്നു. പിന്നെ ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് സമയമായപ്പോൾ നമ്മളിത് ഹാമ്പർ അവളുടെ അടുത്തോട്ട് കൊടുക്കുകയാണേ. നമ്മുടെ മക്കൾ എത്ര തന്നെ വലിയതായാലും അവരുടെ സ്പെഷ്യൽ ഡേയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയാൽ അതിൽ പല സന്തോഷം നമുക്ക് എന്തായാലും വേണ്ടത്. അപ്പോൾ ഇത് ഹാമ്പറൊക്കെ കൊടുത്ത് തിരിച്ചു പോരാൻ നേരത്ത് ഇവന് വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് ഏകദേശം 1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. എവിടെയും ഷോപ്പൊന്നും തുറന്നിട്ടില്ല. ഭാഗ്യത്തിന് ഒരു ഷോപ്പ് അവിടെ തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് വെള്ളമൊക്കെ വാങ്ങിയിട്ട് ഞങ്ങളിതാ വീട്ടിലോട്ട് പോവാം. അപ്പോൾ അത്ര തന്നെയുള്ളൂ. ബൈ.